അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ്. ഇന്ന് നല്ല നെയ്യ് മത്തി കിട്ടിയിട്ടുണ്ട്. നല്ല വിലയുണ്ട്. 250 രൂപയാണ് ഒരു കിലോ മത്തിക്ക്. അപ്പോൾ നല്ല മത്തി, നാടൻ മത്തിയാണ്. അപ്പോൾ കിട്ടിയപ്പോൾ പഴയ കാലത്ത് എൻ്റെ അമ്മ വെക്കണ പോലത്തെ ഒരു കറിയാണിത്. അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരുപാട് ആവശ്യമൊന്നുമില്ല. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 ചെറിയ ഉള്ളി. ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് മുമ്പ് കാലത്താണെങ്കിൽ എൻ്റെ അമ്മ മുളക് ചൂടാക്കിയിട്ട് ഒരു തുണ്ട് മഞ്ഞളും മുളകും പാടെ ഉരലിലിട്ട് നല്ലപോലെ കുത്തിയതിന് ശേഷം ചെറിയ ഉള്ളി കൂട്ടി അമ്മിയിൽ അരച്ചെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒന്ന് ഉരലും ഉരക്കൊന്നുമില്ലല്ലോ. ഞാൻ അതെല്ലാം പാടെ കൂട്ടി മിക്സിയിലിട്ട് ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചട്ടിയും മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കിട്ടത് കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ അതിലേക്ക് ഇഞ്ചി ചതച്ചിട്ടുണ്ട്. രണ്ടും പാടിട്ട് നല്ലപോലെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ അത് നമ്മൾ അരച്ച് വെച്ച ആ മിക്സ് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒരുപാടൊന്നുമില്ലല്ലോ ഇതിൽ ഇതന്നെ അധികം. ഇനി വേറെ ഉള്ളിയൊന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ, 4-5 കൊച്ചുള്ളി മാത്രം തന്നെ ഉള്ളൂ. അത് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ വലിയൊരു തക്കാളി എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ 1, ചെറുത് മീഡിയം സൈസ് ആണെങ്കിൽ 2 എടുക്കുക. ഇത് വലിയ തക്കാളി, അപ്പോൾ ഞാൻ 1 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ എണ്ണ തെളിയുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് മൺചട്ടി വെച്ച് പാചകം ചെയ്യേണ്ടത്. ഒരുപാട് ഫുൾ ഹൈ ഫ്ലെയിമിലാക്കി വെക്കരുത്, അപ്പോൾ മൂട് പെട്ടെന്ന് ചിന്നിപ്പോകും. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് പച്ചമണം പോയിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പുളി എടുത്ത് കുതിർത്തിയതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുത്ത് അത് അരിച്ചെടുത്തതാണ്. അത് ഞാനതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് 2 പച്ചമുളക് എടുത്ത് കീറിയിട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ, പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓളെന്ന് അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. പിന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമ്മളത് ഈ കറിയെല്ലാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിൽ അപ്പോഴേ തന്നെ മീനിട്ട് കൊടുക്കണം. ഇനി പിന്നെ തിളച്ചിട്ടൊന്നല്ല മീൻ ഇടേണ്ടത് കേട്ടോ. മീൻ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. നല്ലപോലെ ഒന്ന് തിളപ്പിച്ചാൽ മതി. ഒരുപാട് വേവൊന്നുമില്ലാത്ത മീനാണ് മത്തി. നല്ലപോലെ തിളച്ച് മൂടി വെച്ച് ഞാൻ ഇളക്കിയിട്ട് മൂടി വെച്ച് എന്നിട്ടിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. പനിയൊക്കെ മാറി, പക്ഷേ സൗണ്ട് ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് സൗണ്ട് ഒരു ജാതി കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു നുള്ളു കുരുമുളകിൻ്റെ പൊടി ഇടാം. ഞാൻ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. ഇത് എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ ഞാൻ നല്ല നെയ്മത്തി കിട്ടിയപ്പോൾ എനിക്ക് എന്തായാലും ഉമ്മാൻ്റെ റെസിപ്പിയോടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊന്ന് ഇട്ടതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കുക. ഇനി നമുക്ക് ഇതിലേക്കൊരു വറവിടാം. അതിന് ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അത് വേറെ ഒന്നിനല്ല, കമ്പിനയിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് കറിക്കൊരു ചന്തൊക്കെ വേണ്ട, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. എന്നാലും ഇതൊക്കെ ഇട്ടാലും ഒരുപാട് എരിവൊന്നും ഉണ്ടാകണില്ല. നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിക്ക്. ഞാൻ അതിലൊരു കാശ്മീരി മുളകോ അല്ലെങ്കിൽ ഒരു കളറോ ഒന്നും ചേർത്തിട്ടില്ല. കറിക്ക് നല്ല കളറ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ആ മുളക് ഉള്ളിയൊക്കെ ചതച്ച് നാളെ എണ്ണയിൽ നല്ലപോലെ വഴറ്റിയത് കാരണമാണ് കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കി. കുറേ നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ. അസ്സലാമു അലൈക്കും, ബായ്.